ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് ചെയ്യുന്നത്. അതായത് സൺഡേ ആണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈവനിങ് നമ്മുടെ ക്രിസ്മസിന്റെ തലേ ദിവസം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ, ക്രിസ്മസ് വെക്കേഷൻ. അപ്പോൾ ഈ ടൈം നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മൾ അടുത്തൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്, അവിടേക്ക് നമ്മൾ പോവാണ് കേട്ടോ. അതായത് പഴശ്ശി ഡാമാണ്, കേട്ടിട്ടുണ്ടാവും, കുയിലൂർ. നമ്മുടെ നാട് എന്ന് പറയുന്നത് ശ്രീകണ്ഠപുരത്താണ്. അവിടുന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ദൂരമുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ അതാ നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി പ്ലേസ് ആണിത്. മുമ്പൊക്കെ ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഇത്ര ഡെവലപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരികയും അതുപോലെ തന്നെ ഇത് നല്ല ഡെവലപ്പായിട്ടൊക്കെ ഉണ്ട്. ആദ്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഡാം കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർ അതൊക്കെ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ പിന്നെ എത്താൻ തുടങ്ങി. മുൻപൊക്കെ എന്ന് പറയുന്നത് കൂടുതലും കപ്പിൾസ് വന്ന് ഇവിടുന്ന് ഫോട്ടോസ് എടുക്കുക ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ കുട്ടികൾക്ക് ചില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് ഉള്ളിലേക്ക് കയറാനുള്ള പാസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു എമൗണ്ട് ഇവർ ഈടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുട്ടികൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ്. കുറേ കഴിഞ്ഞാൽ കുട്ടികൾ എന്തായാലും അതിൽ റൈഡിലും കാര്യങ്ങളൊക്കെ കയറിയിട്ട് ആകെ മുഷിപ്പാവും. അപ്പോൾ ഫസ്റ്റ് വേണം നമ്മൾ ഇത് ഫോട്ടോസ് എടുത്ത് അവിടുന്ന്, എന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങി കേട്ടോ. ഇവിടെ ഫുൾ മരങ്ങളാണ്, ശരിക്കും ഒരു പച്ചപ്പ് നിറഞ്ഞൊരു ഏരിയയാണ്. ഫുൾ മരങ്ങളാണ്, ഇടതൂർത്ത മരങ്ങൾ എന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. ഫുൾ മരങ്ങൾ, നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ്. പിന്നെ മാത്രമല്ല നമ്മുടെ ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് അവർ ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളും അതുകൊണ്ട് കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അപ്പോൾ ഫസ്റ്റ് പിള്ളേർ ഇവിടെ ഇങ്ങനെ ഈ ഒരു ചെറിയ കുഞ്ഞു ബോട്ടില്ലേ അതിലേക്ക് കയറിയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ജീപ്പ് റേസിംഗ് ഉണ്ട് കേട്ടോ. അത് ഒരാൾ അതിനെ കൺട്രോൾ ചെയ്യും. പിള്ളേരെ എന്ത് ചെയ്തു ഒരു റൗണ്ട് ഇങ്ങനെ ഓടിക്കും കേട്ടോ. ഒരു റൗണ്ട് ഓടിക്കുന്നതിന് അവർ ഈടാക്കുന്നത് 50 രൂപയാണ് ഒരു റൗണ്ട് ഓടിക്കുന്നതുകൊണ്ട് ഈടാക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ചൊരു കുഞ്ഞു പ്രദേശം പോലെയാണ് ഇവിടുത്തെ ഏരിയ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് മുകളിലോട്ടായിട്ട് ഇങ്ങനെ 2 ഊഞ്ഞാൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മുകളിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നിട്ടാണ്, മുകളിലോട്ട് നടന്ന് എന്നിട്ട് അവൾ അതിൽ കയറി. എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല, സംഭവം എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ മോൾ അതിൽ കയറി. പിന്നെന്ന് പറയുന്നത് അവിടെ മരത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് 2 കയറ്. പക്ഷേ വലിയ സേഫ്റ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, വീണ് കഴിഞ്ഞാൽ നേരെ താഴേക്ക് പോയി വീഴും. അത്ര വലിയ സേഫ്റ്റി ഒന്നുമില്ല, നമ്മൾ അത്യാവശ്യം സേഫ്റ്റി ആക്കി ഇരുന്നിട്ട് ഇങ്ങനെ ആടാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊന്നും ഇതിൽ കയറിയിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ചിലപ്പം സ്ലിപ്പായിട്ട് നമ്മൾ ഇങ്ങനെ ആട്ടി വിടുന്ന സമയത്ത് കുറച്ചൊന്ന് സ്ലിപ്പായി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ദാ ഈ ഒരു ഭാഗത്ത് അവർ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ നല്ല അണിയിച്ചൊരുക്കി വെച്ചിട്ട് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദാ മോള് പോയിട്ട് കൈയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല അടിപൊളി സോങ് ഒക്കെ വെച്ചിട്ടാട്ടോ അവരെ ക്രിസ്മസ് അപ്പൂപ്പൻ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഇടതൂർ നല്ല മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണെന്ന്. അപ്പോൾ ഫുള്ളും ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്, കാറ്റും തണുപ്പൊക്കെ ആയിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ തന്നെ അങ്ങനെ ഇരുന്ന് സമയം പോകുന്നത് തന്നെ നമുക്കറിയില്ല, അങ്ങനെയുള്ള ഒരു പ്ലേസ് ആണ്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മക്കൾ അതിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ റൈഡ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഈ ഒരു സീസൺ ആയതുകൊണ്ട് ഇവർ ഒരു 10 ദിവസം മുന്നേ തന്നെ വന്നിട്ട് ഇവർ അതിനുള്ള സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസിൻ്റെ ഇന്ന് ഡേ ആയതുകൊണ്ട് ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് ഗാനമേള ഉണ്ടായിരുന്നു. അത് നൈറ്റാണ്, നമ്മളൊരു ഈവനിങ് ഒരു 4 മണിക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ എത്തി അങ്ങനെ കുറച്ച് സമയം ഇതൊക്കെ ആകുമ്പോഴത്തേനും ഇരുട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിന് നിന്നില്ല കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാൻ വഴിയും. പിന്നെ ഇങ്ങനെയുള്ള ഒരു റൈഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഇവിടെ ഇങ്ങനെ കഴിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടത്തേക്ക് വന്ന് ഇവിടെ ചോളം അവർ നന്നായിട്ട് ഇങ്ങനെ ചുട്ട് തരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോളം വാങ്ങിച്ച്, പിന്നെ ഇതായി പൊട്ടറ്റോ ഫ്രൈ ഇല്ലേ അത് നമ്മൾ വാങ്ങിച്ചിട്ടാ. അപ്പോൾ ഇതിനൊക്കെ എത്ര രൂപ, 60 രൂപയാണ് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും നന്നായിട്ട് ഇഷ്ടമായി ഇത്.
അങ്ങനെ നമ്മളതൊന്ന് വാങ്ങിച്ചു. പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചു പിള്ളേർക്കൊക്കെ. ഞാൻ വാനിലേൻ്റെ ഫ്ലേവർ വാങ്ങിയിട്ട് അവർക്ക് സ്ട്രോബെറി വാങ്ങി. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കുടിച്ച് പിന്നെ നമ്മളിവിടെ ആ ഗാനമേളയുടെ ഒരു സെറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താ പറയുക ടൈമില്ല, ഒരുപാട് ലേറ്റായി പോയി. പിന്നെ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇരുന്നിട്ടില്ല. അവർ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ നൈറ്റ് ആവും തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ജസ്റ്റ് അവിടെയൊക്കെ ഇരുന്ന് പിന്നെ ആ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പോയിട്ടാണ്. അപ്പോൾ ഇതാ നൈറ്റുള്ള ആ ഒരു വ്യൂ ആയിട്ട് ഇത് കാണുന്നത്. ഫുള്ളായിട്ട് ഫുൾ കളർഫുള്ളായിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മളങ്ങനെ നൈറ്റ് ഒരു 7:30 ആയപ്പോൾ തിരിച്ചു കേട്ടോ വീട്ടിലേക്ക്. എന്തായാലും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസാണ്. അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. വീഡിയോ നിങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ അഭിപ്രായം താഴെ കമൻറ്റിൽ അറിയിക്കും കേട്ടോ. താങ്ക് യു, ബൈ.